ഹായ്, നിഷ ഇടുക്കിയാണ്. സോഷ്യൽ മാധ്യമങ്ങളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുവാണ്. ചില വീഡിയോസൊക്കെ ചെയ്തിട്ട് ആളുകളിപ്പോൾ എന്തോ ഒരു കണ്ടു കഴിഞ്ഞാൽ നിഷയോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കുറേ വീഡിയോസൊക്കെ കണ്ടു. എന്തിനാണ് സെൽഫി ആണോന്ന് അറിയില്ല. ഇന്നലത്തെ കുറേ വീഡിയോസൊക്കെ കണ്ടു. എന്താണ് സംഭവം എന്നറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ വിളി വന്നായിരുന്നോ, ഇന്നൊരു വീഡിയോ ചെയ്യാവോ, ഇന്നൊരു വീഡിയോ തരാമോ എന്ന് ചോദിച്ച് ചാനലുകാരാണോ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ചാനലുകാരൊക്കെ. പക്ഷെ അത് എന്താണ് അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാൻ കാരണം? അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യില്ലായിരുന്നല്ലോ. എനിക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ പോയപ്പോ കുറെ സീനുകൾ എടുക്കാൻ പോരാ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല ആനക്കാടൊക്കെ ഉള്ള സ്ഥലം. ഞങ്ങൾ ഷൂട്ട് ചെയ്തതിന്റെ തൊട്ടടുത്ത് ആനപ്പിണ്ടം വരെ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങളത് പെർമിഷൻ എടുത്താണ് കയറിയത്. അവിടെ പോണെങ്കിൽ എല്ലാവർക്കും പെർമിഷൻ വേണം. അതുകൊണ്ട് സംഭവിച്ചതല്ലേ. എനിക്കത് കണ്ടിട്ട് എന്തുപോലെ ആയിപ്പോയി. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ അവിടെ വന്നിട്ട് ചുമ്മാ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും, കിടക്കും, കുളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വീഡിയോ ചെയ്താണല്ലോ. അത് പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പബ്ലിക് വരുന്ന ഒരു സ്ഥലം. അപ്പൊ ഞങ്ങള് ഇതുപോലെ ഷൂട്ട് എടുത്തു. അപ്പൊ അതൊരു മോശമായിട്ട് തോന്നിയില്ല ആ കണ്ടന്റ്? വിമർശിച്ചല്ലോ ചിലവര്. ഇനി കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തോണ്ട് വിമർശിക്കുമ്പോ എന്ത് പറയും? വിമർശിച്ചോട്ടെ, അവരെല്ലാവരും കമന്റുകളും അതൊക്കെ കണ്ടപ്പോ തോന്നിയില്ലേ? വിമർശിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്ത് വീഡിയോ ഇട്ടാലും വിമർശിക്കുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോ എന്താ വിമർശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പണി അവർ ചെയ്യട്ടെ. അടുത്ത ഒരു ഹണി റോസായി മാറുന്നാണോ പറഞ്ഞത്? അങ്ങനെ നമ്മൾ ആ ലെവലിലേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പം നമ്മളൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനൊരു റീൽസ് ഇട്ടു, വിമർശിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? അപ്പൊ നമ്മള് ഞങ്ങളുടെ വീഡിയോ ആണ് അവരെടുത്തോണ്ട് വിമർശിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മളൊരു പണി കൊടുക്കുന്നില്ല. എന്നാലും വിമർശനങ്ങളെ താണ്ടി വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യും. പിന്നെ വിമർശിക്കുന്നവര് നമ്മളാരും മൈൻഡ് ചെയ്തിരിക്കും. നമ്മള് കമന്റ് പോലും നോക്കാറില്ല. ചിലര് നമ്മളെ മെൻഷൻ ചെയ്ത് കമന്റ് ഇടുന്നുണ്ട്, അതുപോലെ നമ്മള് വായിക്കാറില്ല. അപ്പൊ ഇതുപോലെ മുന്നോട്ട് പോകണം. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വന്നത്, എന്റെ ഇൻസ്റ്റ വരുന്ന കമന്റ് യൂട്യൂബിൽ വരുന്നത് ഞാൻ നോക്കാറില്ല. പിന്നെ എന്റെ ഫേസ്ബുക്കിൽ മാത്രം വരുന്നത് ചിലത് ഞാൻ നോക്കാറുള്ളൂ. എന്തായാലും മുന്നോട്ട് പോട്ടെ കേട്ടോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. മുന്നോട്ട് തന്നെ, പുറകോട്ടല്ല. ഓക്കെ.